എനിക്ക് ആദ്യം കല്യാണം വന്ന ഒരു സ്ത്രീയായിരുന്നു. അവർക്കൊരു മകനുണ്ട്. മകനെ എനിക്ക് അനിയനെന്നൊക്കെ പറഞ്ഞാൽ പരിചയപ്പെടുത്തിയൊക്കെ അങ്ങനത്തെ ഒരു കഥയൊക്കെ വലിയ കഥയാണ്. അപ്പോൾ അവർ കുടുംബക്കാരുൾപ്പെടെ മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ കുറേ ഹേറ്റേഴ്സായി, എന്നെ കുറേ പേര് എന്നെ ഭീഷണിപ്പെടുത്തി വിളിച്ച്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യും, ഞാൻ എന്തായാലും എന്നെ ഭയങ്കര വെല്ലുവിളിച്ച് ഞാൻ കാണിച്ച് നിങ്ങൾ കരിയർ നശിപ്പിച്ച് കളയുന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, കരിയർ നശിപ്പിക്കൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടാലോ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പെട്ടെന്ന് നശിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിരിക്കും. ഞാൻ ഫണ്ണായിട്ട് എടുക്കുന്ന ആളാണ്. ആരും ഭീഷണിയൊക്കെ വെറുതെയാന്നേ. ഈ കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞല്ലോ. നമ്മളിങ്ങനെ നമ്മൾ കുറയ്ക്കാതിരിക്കുക, നൈസായിട്ട് പോവുക. കാര്യം എനിക്കിത് അറിയാം, എനിക്കിങ്ങനെ വരുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. കേസ് കൊടുക്കുന്നു എനിക്കറിയില്ല, പക്ഷെ എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം എന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ കൊട്ടേഷൻകാരനൊക്കെ വിളിച്ച് പേടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇത് നാട്ടിലുള്ള കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ ടീമുണ്ട്. കൊട്ടേഷൻ ഒന്നല്ല, ഇങ്ങനെ ആൾ പേടിപ്പിക്കും, ഫോം വിളിച്ച് അല്ലടാ നിന്നെ തീർക്കൂടാ, നിന്നെ പേടിപ്പിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് ഫോം വിളിച്ച് പേടിക്കുക. ഒന്നുമില്ല, അതൊന്നും ചെയ്യില്ല അവർ. കാര്യം ഞാൻ പറഞ്ഞു കുറയ്ക്കണ പറ്റി കഴിക്കില്ല, ശരിയായി തരാന്നൊക്കെ പറഞ്ഞ കുറേ ടീമുണ്ട്. അവന്മാരെ വിളിച്ചിട്ട് ഇവള് പറഞ്ഞ് അങ്ങനെ കരഞ്ഞിട്ട് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് പോയി പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പേടിപ്പിക്കാതെ ഞാൻ ഒന്ന് പോടാന്ന് പറയുന്നത്, ചെയ്യാൻ പറ്റി ചെയ്യുമെന്ന് പറയും. ഒന്നും ചെയ്യില്ല. ഭർത്താവിൻ്റെ പേരിൽ പോലും കേസ് കൊടുക്കും, സ്വന്തം അച്ഛൻ്റെ പേരിൽ പോലും മകൾ കേസ് കൊടുക്കുന്നു, ഒരു ഭാര്യ അങ്ങനെ അനിയൻ്റെ പേരിൽ, അങ്ങനെ ഒരുപാട് ചെറിയ കാര്യങ്ങളായിരിക്കും അത് പക്ഷെ പേടിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷെ അത് കോടതിയിൽ വരുമ്പോൾ കോടതിക്ക് വലിയ ബുദ്ധിമുട്ട്. കാര്യം സത്യമായിട്ടുള്ള കേസ് ഉണ്ടാവും, ജെന്യൂനായിട്ടുള്ള കേസ്. ഇങ്ങനെയുള്ള കള്ളക്കേസുകൾ വരുമ്പോൾ കോടതിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. എളുപ്പത്തിരിക്കുന്ന ആളുകളോട്, പോലീസാണെങ്കിലും എന്താണെങ്കിലും, ഇങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ ഈ 3 വർഷം മുമ്പ് 2 വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്നും അല്ലെങ്കിൽ 5 വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് വന്നിട്ട് അത് അങ്ങനത്തെ കേസൊന്നും എടുക്കാൻ പാടില്ല, FIR ഇടാൻ പാടില്ല. കാര്യം ഈ പീഡനം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു വട്ടം നടന്ന ഒന്ന് സ്പോട്ടിൽ കൊണ്ട് കേസ് കൊടുക്കണം. അല്ലാതെ 10 ദിവസം കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് അതൊക്കെ അവർ എൻജോയ് ചെയ്തിട്ട് ഒരു റിലേഷൻ ബ്രേക്കായി കഴിയുമ്പോഴല്ല കേസ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ടെന്നേ. ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, പാഷനബിളായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇന്ന് ഒരു നാളെയാണ് ഒരു ദിവസം നമ്മുടെ തുടങ്ങുന്നത്. ആ നാളെ വേണ്ടി കാത്തിരിക്കുക. നാളെയാണ് എൻ്റെ ദിവസം എന്ന് പറയല്ലേ. നാളെയാണ് 1 കോടി 2 കോടി ലോട്ടറി കച്ചവടം പോലെ ആ നാളുകൾ, ഗണപതിയുടെ കല്യാണം പോലെ നാളെയാണ് നിന്റെ കല്യാണം എന്ന് പറഞ്ഞ പോലെ എൻ്റെയും ദിവസം നാളേക്ക് വേണ്ടി ഞാൻ ഓക്കെ. മധുരടാത്ത എനിക്ക് ഓക്കെ കുടിച്ചോ. ലെമൺ നല്ലതാണ്. മധുരം വേണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ലെമൺ ഇട്ടത്. അത് ഞാൻ കഴിക്കുന്ന നിർത്തിയതാ. എന്താ കാര്യം? ഒന്നുമില്ല, ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ പറഞ്ഞേ. എല്ലാവരും ഇപ്പൊ മധുരം കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? മധുരവും അതുപോലെ റൈസും. ഷുഗർ ഭയങ്കര വിഷമാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭങ്ങളുണ്ടാവും. ഒരുപാട് അസുഖങ്ങൾ, പ്രമേഹം മുതൽ അങ്ങനെ ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പോൾ ആലോചിച്ച് പൈസ കൊടുത്ത് ഏറ്റവും വില കൂടിയ സാധനം പഞ്ചസാര. ആ പഞ്ചസാര നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൈസയും ലാഭവും അസുഖവും ലാഭവും, ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കണ്ട, അത്ര കൊണ്ട് കട്ട് ചെയ്താണ്. എനിക്ക് സന്തോഷം. മറ്റുള്ളവർക്ക് ഒരു കാണുമ്പോ ഇവന്താ ഷുഗർ കഴിക്കാത്ത സത്യം. ഞാൻ ഒന്നും പറയാറില്ല, ഞാൻ ആ ഷുഗർ ഉണ്ടെന്ന് പറയും. അപ്പൊ വർക്കൗട്ട് ചെയ്യുന്നവര് ഇതുപോലെ ഇത് കട്ട് ചെയ്തു, ഷുഗർ കട്ട് ചെയ്തു, റൈസ് കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു ഞാൻ കേൾക്കാറുണ്ട്. റൈസ് കട്ട് ചെയ്തു. അപ്പൊ ചോറ് ഞാൻ വൈറ്റ് റൈസ് കഴിക്കാറുണ്ട്, മറ്റേ ബസ്മതി റൈസ് അല്ലേ അത് കഴിക്കാറുണ്ട്. അത് കഴിക്കാറുണ്ട്. മറ്റേ നമ്മുടെ മോട്ട വലിയ അരിയില്ലേ അത് ഞാൻ കഴിക്കാറില്ല. മോട്ടർ റൈസ് ഒന്നും കഴിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കല്യാണമൊക്കെ ഉണ്ടാവും. അപ്പോൾ പോകുമ്പോൾ ഞാൻ കുറച്ച് കഴിക്കും. കാര്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ അവന്മാരുടെ അടുത്ത് ഞാൻ ഡയറ്റാണ് അങ്ങനെയൊന്നും പറയാം. എനിക്ക് അത് മോശം എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കൽ. അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ ഞാൻ പരിഹാസ കഥാപാത്രമാണ്. ആരും ഒന്നാമത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്കൊരു കുടുംബം വേണ്ടേ, ആ ഒരു സാധനം. പിന്നെ എടാ എന്തിനാ ഇങ്ങനെ ഇത്ര ഈ ഡയറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കണം മസിലൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ മലയാളികൾ പൊതുവെ ഒരു സ്വഭാവമാണല്ലോ, സംതിങ് ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെങ്ങനെ ചൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവന്മാർ എല്ലാവരും കളിയാക്കി എന്ന് പറഞ്ഞാൽ ജിമ്മ് പോണ അവന്മാർക്ക് ചെയ്യാൻ പറ്റില്ല അന്നിങ്ങനെ കളിയാക്കുന്നത്. അത് ഞാൻ ഫണ്ണായിട്ട് എടുക്കാറുള്ളൂ. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ നോർമൽ ഷിയാസാണ്, അല്ലാതെ അവിടെ സെലിബ്രിറ്റി ഒന്നുമല്ല. അപ്പോൾ അവരോട് ഇരുന്ന് ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനൊക്കെ, അതൊക്കെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ്സാണ്. കുറേ നാൾക്ക് ശേഷം അവരെ കാണുന്നത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ എത്ര നാളായിട്ട് വിളിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ കാണാം.
പെരുമ്പാവൂർ വരെ വന്ന് നിങ്ങൾ വീഡിയോ ഈ ക്യാമറയും തൂക്കി പിടിച്ച് നിങ്ങൾ കാറ് കൊടുത്ത് പെരുമ്പാവൂർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് സെറ്റിൽ, പിന്നെ ഞാൻ അവിടെ ഉണ്ടാവണം, അതും പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാവണം, എല്ലാവരും ആ ഒരു രസമുണ്ട്. ഇതാ ഇപ്പം എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടാവും, അപ്പോൾ എനിക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റില്ല. അപ്പം അതെന്തെങ്കിലും ഞാൻ തിരക്കിൽ വലിയ ഉദ്ഘാടനമായിട്ട് ഞാൻ വല്ല യാത്രയിലായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ 7 മണി ഞാൻ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ 7 മണി എടുത്തിട്ട് നമുക്ക് നാളെ കാണാം. ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് എല്ലാം കിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലോ ലൈഫ് നടക്കുന്നത്. സർപ്രൈസ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ ചെയ്ത് കാണിക്കാറുണ്ട്. കാര്യം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ചില കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ അവർ എൻ്റെ ആൾ ഇത് കിട്ടില്ല, സർപ്രൈസ് ആയി പോയി എന്ന് പറയും. അതാണ് ഞാൻ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള, അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് അടുപ്പം തോന്നി നിന്നാൽ അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ മാനസികമായിട്ട് അവരോട് ഒരു അടുപ്പം തോന്നും. കാര്യം ഓരോ ആളുകൾ പല രീതികൾ ഇപ്പോൾ ജെന്യൂനായിട്ട് തോന്നുമ്പോൾ ഞാൻ അവർ വിചാരിക്കാതെ ഞാൻ എന്ത് രീതിയിലൊക്കെ സഹായിക്കും. അപ്പോൾ അത് അവർ എന്നെ വിളിച്ചിട്ട് അളിയാ ഇത് കിട്ടുന്ന സർപ്രൈസ് ആയിപ്പോയി. ചിലർക്ക് അറിയാതെ എൻ്റെ അടുത്ത് ഇന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയും. ഞാൻ അത് ഓർത്തു വയ്ക്കും. അപ്പോൾ ആ ദിവസം ഞാൻ എവിടെ നിന്നൊക്കെ ഒരു കേക്കൊക്കെ അവർക്ക് അവരുടെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും. അത് അവർക്ക് കിട്ടുന്ന ഭയങ്കര ഹാപ്പിനെസ്സാണ്. അപ്പോൾ അതൊക്കെ അവർ തന്നെ ഞെട്ടിപ്പോവും. അതെ അതെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സത്യം ഞാൻ ചില കാര്യങ്ങൾ ഓർത്തു വയ്ക്കും, ചിലവരുടെ കാര്യങ്ങൾ. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ഒരു സമയമായിരുന്നു കഴിഞ്ഞു പോയ കാര്യം. അപ്പോൾ ഒരുപാട് ആളുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആരാണ് ജെനുവിൻ, ആരാണ്. അപ്പോൾ ഞാൻ ട്രൂ ജെനുവിനായിട്ട് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. കാര്യം ഒരാൾക്ക് വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഞാൻ അവരെ കൂടെ വ്യക്തിയുടെ കൂടെ ആ 2 സമയത്തും നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ എനിക്ക് വിഷമം കുറച്ച് വരില്ലെന്നാവുന്ന ആൾക്കാർ നിന്നോളൂ. സന്തോഷം വരുന്ന അല്ലെങ്കിൽ ഞാനൊരു നല്ലൊരു സമയം വന്ന സമയത്ത് എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത് നിന്നിട്ട് ഏറ്റവും അടുത്ത് നിന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു വിഷമഘട്ടം വന്നപ്പോൾ അങ്ങനെ പോയവരുണ്ടോ? പോയവരല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത ആൾക്കാരുണ്ട്. എന്താ പറയുക, ഷിയാസ് കരി മോഡൽ, ആക്ടർ, ഗുഡ് മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോശം ഒരു അവസ്ഥ വന്നപ്പോൾ ആ ഫോട്ടോ ഹൈഡ് ചെയ്ത ആൾക്കാരുണ്ട്. എന്നിട്ട് അതൊരു 1 മാസം 2 മാസം കഴിയുമ്പോൾ എനിക്ക് ഞാൻ ആ ഒരു ഇതിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് മനസ്സിലായപ്പോൾ ഫോട്ടോ തിരിച്ചു വന്നിട്ട് അളിയാ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പം ഞാനിതെല്ലാം കാണല്ലേ. കാര്യം ഇവരുടെ വിചാരം നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ ചെയ്യുന്ന ഒരു ഭയങ്കര ഈ പൂച്ച കണ്ണടച്ച് പാലുടിക്കുമ്പോൾ പൂച്ചയുടെ വിചാരം ചുറ്റും ഒന്നും കാണുന്നില്ല, പൂച്ച പാലുടിക്കുന്നത് അത്ര. നമ്മളൊന്നും കാരണം ഞാൻ എനിക്ക് ദൈവം 2 കണ്ണെന്നുണ്ടെങ്കിൽ ഞാൻ 4 കണ്ണായിട്ട് നോക്കാറുണ്ട്. എൻ്റെ താഴെ നിൽക്കുന്ന ആൾക്കാരെയും മുകളിൽ നിൽക്കുന്ന ആൾക്കാരെയും എൻ്റെ നേരെ നിൽക്കുന്ന ആൾക്കാരെയും എല്ലാം ഞാൻ ചുറ്റും ശ്രദ്ധിച്ചാൽ പോകുന്നത്. കാര്യം ഞാൻ ഒരാളെ നോക്കാതെ പോയി കഴിഞ്ഞാൽ അയാൾ പറയും അവന് ജാടയായി. ഞാൻ ജസ്റ്റ് ഫേസിൽ ഒരു സ്മൈലിങ് കൊടുക്കും. ആ വ്യക്തിക്ക് എന്നെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല, എന്നാലും ഞാൻ വെറുതെ ചിരിക്കും. അത് ഞാൻ ശ്രദ്ധിക്കണം. അത് അങ്ങനെയാണ്, അല്ലാതെ മനുഷ്യനല്ല എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മുടെ സഹജീവികളെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യനല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് നോർമലി എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം ഞാൻ ചോദിക്കുന്നത് എന്തും ചോദിക്കാവുന്ന എൻ്റെ ഒരു അങ്ങനെ എനിക്ക് വിഷയം ചോദ്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതെ, അന്ന് ഈ ഒരു ഇഷ്യൂ വന്നത് ഷിയാസിന്റെ എന്തോ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്തല്ലേ? അപ്പം അത് എന്തായി ആ കുട്ടി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയുടെ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പാസ്റ്റിനെ പറ്റിയൊക്കെ ഏകദേശം ആ കുട്ടിക്ക് ധാരണയുണ്ട്, ഞാൻ പറഞ്ഞു. പിന്നെ കുടുംബം, ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരിക്കലും ആ പെൺകുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് അവരുടെ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ്. ഒറ്റ മകളാണ്. അപ്പോൾ ഞാൻ എൻഗേജ്മെൻറ്റ് ചെയ്ത ആ സെയിം ഡേ തന്നെയാണ് എൻ്റെ പേരിൽ കേസ് കൊടുത്തത്. കാര്യം എനിക്ക് ആദ്യം കല്യാണം വന്ന ഒരു സ്ത്രീ ആയിരുന്നു. അവർക്കൊരു മകനുണ്ട്. മകനെ എനിക്ക് അനിയനെന്നൊക്കെ പറഞ്ഞാൽ പരിചയപ്പെടുത്തിയൊക്കെ അങ്ങനത്തെ ഒരു കഥയൊക്കെ വലിയ കഥയാണ്. അപ്പോൾ അവർ കുടുംബക്കാരുൾപ്പെടെ മൊത്തത്തിൽ പ്രശ്നമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദൈവം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവരെന്നെ കുറേ ഭീഷണിപ്പെടുത്തിട്ടുണ്ടായിരുന്നു. എന്നെ നിൻ്റെ കല്യാണം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം, നിന്നെ വാങ്ങണം തേങ്ങണം. ഞാൻ പറഞ്ഞ വലിയ കാര്യം എന്തും ഫേസ് ചെയ്യാം. പിന്നെ ഞാനെല്ലാം ചിരിച്ചുകൊണ്ട് സില്ലിയായിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അല്ലാതെ ഞാൻ ഇത് വലിയ സംഭവമാണ്, എനിക്കിങ്ങനെ അയ്യോ എൻ്റെ ഇമേജ്, ഞാൻ പിന്നെ ഇമേജ് കോൺഷ്യസ് ഉള്ള ഒരാളല്ല. എനിക്ക് എന്താണ് ഹാപ്പിനെസ് കിട്ടുന്നത് അത് ഞാൻ പറയും, അത് ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ അവർ കൊണ്ട് കേസ് കൊടുത്തു. ഞാൻ ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു. കേസ് കൊടുത്ത് ഞാൻ ഇന്ന് നാട്ടിൽ വന്നിട്ട് ജാമ്യം എടുത്തു. ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ അറിയാത്ത കുറേ മീഡിയക്കാരുണ്ടല്ലോ, ഈ
അവർക്ക് ഈ വാലും തലയും കേട്ടിട്ട് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആൾക്കാർ അവരൊക്കെ കുറച്ച് ചീത്തയൊക്കെ വിളിച്ചു. അല്ലെങ്കിൽ എനിക്ക് അവരെ വീട്ടിൽ പോയിട്ട് വിളിക്കാൻ ഞാൻ ദുബായിലായിരുന്നു, പിന്നെ ഫോൺ നമ്പറൊന്നും ഉണ്ടായില്ല. ഞാൻ പബ്ലിക്കായിട്ട് എൻ്റെ എനിക്കുണ്ടല്ലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഞാൻ അതിലിരുന്ന് കുറേ അവർ ചീത്ത വിളിച്ചു. അപ്പോൾ കുറേ ഹേറ്റേഴ്സായി, എന്നെ കുറേ പേര് എന്നെ ഭീഷണിപ്പെടുത്തി വിളിച്ച്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യും, ഞാൻ എന്തായാലും എന്നെ ഭയങ്കര വെല്ലുവിളിച്ച്, ഞാൻ കാണിച്ച് നിങ്ങൾ കരിയർ നശിപ്പിച്ച് കളയുന്നൊക്കെ പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ, കരിയർ നശിപ്പിക്കൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടാലോ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത്, ഒന്ന് പെട്ടെന്ന് നശിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിരിക്കും. ഞാൻ ഫണ്ണായിട്ട് എടുക്കുന്ന ആളാണ്. ആരും ഭീഷണിയൊക്കെ വെറുതെയാന്നേ. ഈ കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ നമ്മൾ കുറയ്ക്കാതിരിക്കുക, നൈസായിട്ട് പോവുക. അപ്പം അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് എടുത്തത്. കാരണം എനിക്കത് വലിയ സംഭവം. പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ വലുതാണെന്ന് ഞാൻ വിചാരിക്കാറില്ല, അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാവുന്ന കേസുള്ളൂ. കാരണം എൻ്റെ അടുത്ത് എൻ്റെ ഉമ്മയുടെ അടുത്തൊക്കെ പോലീസുകാർ സംസാരിച്ച സമയത്ത് എനിക്ക് കേരള പോലീസിലും കോടതിയിലേക്ക് ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ അവർ സംസാരിച്ച കാര്യം നിങ്ങളുടെ സമ്മതത്തോടെ ആണെങ്കിൽ അത് ഒരു പീഡനമാവുന്നില്ല എന്ന് പറഞ്ഞ്, അങ്ങനെ പീഡനം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞു. ഒരു വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടികളുടെ സ്ഥിതിക്ക് ഞാൻ വിവാഹ വാഗ്ദാനം കൊടുക്കുന്നതിന് അർത്ഥമില്ല. അവർക്ക് ഓൾറെഡി ഹസ്ബൻഡ് ഉണ്ട്. ഞാൻ അബുദാബിയിൽ ജിമ്മിൻ്റെ ഉദ്ഘാടനത്തിന് പോയ സമയത്താണ് അവർ ഹസ്ബൻഡാണ് എന്നോട് വന്ന് സംസാരിച്ചത്. ഇന്ന ആളുടെ ഭർത്താവാണ് ഞാൻ, ഷിയാസ് ഇത് അറിഞ്ഞിട്ടാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞാൻ ഞെട്ടിപ്പോവാണ്, ഷോക്ക്. ഓൾറെഡി പല ആളുകളും പലതും പറയുന്നുണ്ട്, അത് എന്നെ പറ്റിയും പറയുന്നുണ്ട്. ഇപ്പോൾ റിയൽ ഒരു മാൻ വന്നിട്ട് പറയുന്നത് അവരുടെ ഹസ്ബൻഡ് തന്നെ വന്നിട്ട് എന്നോട് പറയുമ്പോൾ ഞാൻ ഷോക്കാവില്ലേ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പിന്മാറായിരുന്നു. പിന്മാറി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എന്നോട് റിവഞ്ച്, ഇപ്പോൾ പിന്മാറുമ്പോഴാണ് അവർ റിവഞ്ച് എടുക്കുന്നത്. പിന്നെ ഞാൻ പിന്നെ റിവഞ്ചും പരിപാടിയൊന്നും എടുക്കാറില്ല. കാര്യം നമുക്ക് റിവഞ്ച് എടുത്ത് ആ ടൈം വേസ്റ്റാണ്. റിവഞ്ച് എടുക്കാനും അവർ പിന്നാലെ പോകാനും അവർ സത്യം ജയിക്കും, അത് എന്നാണെങ്കിലും ജയിക്കും, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എത്ര വലിയ മതിൽ വലിച്ചു കയറ്റിയാൽ സൂര്യ ഉദിച്ച് പുറത്തു വരുന്ന തന്നെ സത്യം. ഞാൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ജാമ്യമൊന്നും കിട്ടില്ലായിരുന്നു, അറിയാമല്ലോ നിങ്ങൾക്ക്. കാര്യം പീഡനം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കുറ്റമാണ്. ഇവിടെ വലിയ നടന്മാർ പോലും ജയിലിൽ പോയൊരു കാലമാണ് ഇങ്ങനത്തെ കേസ് വന്ന സമയത്ത്. എനിക്ക് അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഡീൽ ചെയ്തുകൊണ്ടാണ് ഒന്നും സംഭവിച്ചത് ലൈഫിൽ. പിന്നെ ഒരുപാട് നിരപരാധികൾ ജയിലിൽ പോകാറുണ്ട് ഇങ്ങനത്തെ കേസ് കൊടുക്കുമ്പോൾ. കാര്യം സ്ത്രീകൾക്കൊരു ടൂളായി പീഡനം. കാര്യം ഈ നമ്മുടെ ലോയിൽ അവർക്കൊരു മുൻഗണനയുണ്ട് സ്ത്രീകൾക്ക്, അത് അവർ ഭയങ്കരമായിട്ട് മുതലെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ പോലും കേസ് കൊടുക്കും, സ്വന്തം അച്ഛൻ്റെ പേരിൽ പോലും മകൾ കേസ് കൊടുക്കുന്നു, ഒരു ഭാര്യ അങ്ങനെ അനിയൻ്റെ പേരിൽ, അങ്ങനെ ഒരുപാട് ചെറിയ കാര്യങ്ങളായിരിക്കും അത്. പക്ഷെ പേടിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷെ അത് കോടതിയിൽ വരുമ്പോൾ കോടതിക്ക് വലിയ ബുദ്ധിമുട്ട്. കാര്യം സത്യമായിട്ടുള്ള കേസ് ഉണ്ടാവും, ജെന്യൂനായിട്ടുള്ള കേസ്. ഇങ്ങനെയുള്ള കള്ളക്കേസുകൾ വരുമ്പോൾ കോടതിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല, അവർക്കത് കൺഫ്യൂഷൻ ആക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഭയങ്കര, എനിക്ക് ഇനിയും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ തലപ്പത്തിരിക്കുന്ന ആളുകളോട്, പോലീസാണെങ്കിലും എന്താണെങ്കിലും, ഇങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ ഈ 3 വർഷം മുമ്പ് 2 വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്നും അല്ലെങ്കിൽ 5 വർഷം മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് വന്നിട്ട് അത് അങ്ങനത്തെ കേസൊന്നും എടുക്കാൻ പാടില്ല, FIR ഇടാൻ പാടില്ല. കാര്യം ഈ പീഡനം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു വട്ടം നടന്ന ആ ഒന്ന് സ്പോട്ടിൽ കൊണ്ട് കേസ് കൊടുക്കണം. അല്ലാതെ 10 ദിവസം കഴിഞ്ഞിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് അതൊക്കെ അവർ എൻജോയ് ചെയ്തിട്ട് ഒരു റിലേഷൻ ബ്രേക്കായി കഴിയുമ്പോഴല്ല കേസ് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ടെന്നേ. പോലീസിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എൻ്റെ ഉണ്ട്, അവർ പറഞ്ഞ വേറെ കഥയാണ്. പക്ഷെ എന്തായാലും പോലീസിനോട് പറഞ്ഞത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഞാൻ ആലോചിക്കുകയാണ്, ഒരു 18 വയസ്സുള്ള മകനുള്ള സ്ത്രീ സ്വന്തം മകനെ അനിയനെന്ന് പറഞ്ഞ് ജനങ്ങളോടൊക്കെ അല്ലെങ്കിൽ എന്നോടും പറഞ്ഞ് എൻ്റെ വീട്ടുകാരോടും പറഞ്ഞിട്ട്, എൻ്റെ ഉമ്മയ്ക്ക് അറിയുന്ന കാര്യം. ഉമ്മാക്കൊന്നും ഓരോ താല്പര്യം ഉണ്ടായില്ല, അന്ന് താല്പര്യം ഉണ്ടായില്ല. ഞാൻ പിന്നെ ഞാൻ എപ്പോഴും ഞാനൊരു ആത്മാർത്ഥത കാണിക്കുന്നത്, എന്ത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കുന്ന ഒരാളാണ്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും, അതിപ്പോൾ കാമുകിയോടാണെങ്കിലും, എന്താണെങ്കിലും, ഇപ്പോൾ എന്താണെങ്കിലും ഒരു മാതാപിതാക്കളോടാണെങ്കിലും ഞാൻ ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും, ജെന്യൂനായിട്ട് നിൽക്കാൻ. എന്ത് റിലേഷൻഷിപ്പിലും ഞാൻ ഇഷ്ടം പോലെ ഞാൻ പൊട്ടനാവാറുണ്ട്. ചില പൊട്ടനാവും, അല്ല പറ്റിക്കപ്പെടും. നമ്മൾ പൊട്ടനായി നടത്തും, മണ്ടനായി. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ട്രൂ ജെന്യൂനായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ മണ്ടന്മാരായിരിക്കും. ഞാൻ ചെയ്യട്ടെ, ഞാൻ പെട്ടെന്ന് ഓർത്തതാ. അതായത് ഭയങ്കര ബെസ്റ്റി ആണല്ലോ നമ്മുടെ അനുമോള്, ആർട്ടിസ്റ്റ്. ഈ സംഭവം വന്നപ്പോ ആ കുട്ടിയൊക്കെ എന്ത് പറഞ്ഞു? അവർക്ക് അറിയാം ഈ കാര്യം. അവളൊക്കെ ചിരിച്ചിട്ട് ഇക്ക സങ്കടപ്പെടുന്നത്. എന്നെ ഫസ്റ്റ് വിളിച്ച പേളിയാണ്. ഫസ്റ്റ് ഞാൻ ദുബായിൽ. ഞാൻ ഷിയാസെ ടെൻഷൻ അടിക്കേണ്ട, കൂളായിട്ടിരിക്കുക, നീ ഒന്നും വേണ്ട. അവർക്ക് അവർക്കറിയാം ഷിയാസ് ഭയങ്കര സോഫ്റ്റ് കൈൻഡ് ആയിട്ട്, എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യോ അതൊക്കെ പേടിച്ചിട്ടാണേ. പിന്നെ ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത്
ദുബായിൽ എൻ്റെ കുറേ കൂട്ടുകാരന്മാർ 2 പേരുണ്ട്. അവന്മാർ ഓടി റൂമിലേക്ക് വന്നു, നീ ഒറ്റയ്ക്ക് ഞങ്ങൾ വരാം. എന്നാൽ എല്ലാവർക്കും പേടിയായി, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു. പിന്നെ എൻ്റെ ഉമ്മ എൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുത്തില്ലായിരുന്ന സമയത്ത്, കാര്യം ഞാൻ ഇത് കൂളായിട്ട് എടുത്തിട്ടുള്ളൂ, ഞാൻ ചിരിച്ചുകൊണ്ട് എടുത്താണ്. കാര്യം എനിക്കിത് അറിയാം, എനിക്കിങ്ങനെ വരുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. കേസ് കൊടുക്കുന്നു എനിക്കറിയില്ല, പക്ഷെ എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാര്യം എന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ കൊട്ടേഷൻകാരനൊക്കെ വിളിച്ച് പേടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇത് നാട്ടിലുള്ള കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ ടീമുണ്ട്. കൊട്ടേഷൻ ഒന്നല്ല, ഇങ്ങനെ ആള് പേടിപ്പിക്കും, ഫോൺ വിളിച്ച് അല്ലടാ നിന്നെ തീർക്കൂടാ, നിന്നെ പേടിപ്പിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിച്ച് പേടിക്കുക. ഒന്നുമില്ല, അതൊന്നും ചെയ്യില്ല അവർ. കാര്യം ഞാൻ പറഞ്ഞ കൊലക്കിനെ പറ്റി കടിക്കില്ല, ഞാൻ ശരിയായി തരാന്നൊക്കെ പറഞ്ഞ കുറേ ടീമുണ്ട്. അവന്മാരെ വിളിച്ചിട്ട് ഇവള് പറഞ്ഞ് അങ്ങനെ കരഞ്ഞിട്ട് കണ്ണീരൊക്കെ ഒലിപ്പിച്ച് പോയി പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പേടിപ്പിക്കാതെ. ഞാൻ ഒന്ന് പോടാന്ന് പറയുന്നത്, ചെയ്യാൻ പറ്റി ചെയ്യുമെന്ന് പറയും. ഒന്നും ചെയ്യില്ല, വിളിക്കൽ മാത്രമേ ഉള്ളൂ. കാശ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ കരുതിൽ കൊടുത്തു കഴിഞ്ഞാൽ വിളിക്കും, ഫോൺ വിളിച്ചിട്ട് നിന്നെ തീർക്കും എന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. വെറുതെ ആണ്, ഈ ഫോണില്ലായിരുന്നെങ്കിൽ ഉമ്മാർ എന്ത് ചെയ്താനെ, വീട്ടിൽ വന്നിട്ട് തീർക്കും എന്ന് പറയുമോ, ഓർഡർക്കാന്ന് പറയും നമ്മൾ. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ എന്നെ വിളിയിട്ടാണ്. അപ്പം എനിക്കറിയാം ഈ സാധനം എൻ്റെ പിന്നാലെ ഇങ്ങനെ പാമ്പിനെ പോലെ ഉണ്ടായിരുന്നു. ഒരു 1.5 years എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞു. പിന്നെ ഇത് പരിപാടി തീർന്നത് ശുഭം, എൻഡ്. ഫാമിലി ഒരുപാട് കഥയുണ്ടെന്ന്. ആ കുട്ടിയുടെ ഫാമിലിക്കും ഈ കേസ്, അവരൊക്കെ വിചാരം പറഞ്ഞു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഇഷ്യൂ ആവും. കാര്യം മീഡിയക്കാരാണ് ഇവിടുത്തെ കോടതി എന്നാണ് ഇപ്പോൾ, ഇവരാണ് കോടതി, അവർ പറഞ്ഞാണ് ശരി, അവർ പറഞ്ഞ ന്യായം. ബാക്കി ഇവിടെ ഹൈക്കോർട്ടും ജില്ലാ കോർട്ടും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനൊന്നല്ല പ്രഖ്യാപിക്കുന്നത്. അവരാണ് ഇയാൾ പ്രതിയാണ്, ഇയാൾ നിരപരാധിയാണെന്ന് അവരങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഈ ഇപ്പോൾ കല്യാണം വന്ന ഫാമിലി അവർക്ക് വലുത് ഈ TV കാണുന്നതാണ് വലുത്. അയ്യോ ഇനി എന്തോ ടി വിയിൽ ഒന്നും ഷിയാസ്കീമിനെ കാണിച്ചിട്ടിരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇങ്ങനെയാണ് ലൈഫ്. ഈസ് ലൈക്ക് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ. ഇതിങ്ങനെ തിരമാല, വലിയ തിരമാല വരും, ചെറിയ തിരമാല, ഇങ്ങനെയാണ് ലൈഫ്. നമ്മളത് കൂളായിട്ട് എടുത്തു കഴിഞ്ഞാൽ കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ചെറുത് വരും വലുത്, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ. ഈ വലിയ തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞാൽ വലിയ തീരുമാനം വരില്ലല്ലോ. ഞാൻ ഈ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ പോസിറ്റീവ് തിങ്സ്. ഇപ്പോൾ ചില ആളുകൾ പഴുത്തല ചാടുമ്പോൾ പച്ചല ചിരിക്കും എന്നൊക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. ആ ഇലയ്ക്കറിയാം ഇപ്പം എനിക്ക് എന്ത് വരുന്നോ അതുപോലെ തന്നെയാണ് അപ്പുറത്തുള്ള ആൾക്കും വരാം. അതങ്ങനെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ, ഒരു സെലിബ്രിറ്റി ആക്കിയത് ബിഗ് ബോസ് ആണോ അല്ലെങ്കിൽ മോഡൽ എന്നുള്ള? സെലിബ്രിറ്റി എന്ന് പറയുന്നില്ല, ബിഗ് ബോസ് ആണ് എന്നെ മലയാളികൾ തിരിച്ചറിഞ്ഞത്. മോഡലിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് തന്നെ അറിയായിരുന്നു, കാര്യം മോഡലിംഗ് ചെയ്യുന്നതൊട്ട് അറിയായിരുന്നു. കാര്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഫാഷൻ ഷോസ് ചെയ്യാറുണ്ട്, റൺവേ മോഡലിംഗ് ആയിരുന്നു കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു 19 വയസ്സ് 20 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പ്രോപ്പറായിട്ട് കരിയർ ഫോക്കസ്ഡ് ആയിരുന്നു. മോഡലിംഗ് സിനിമ ചെയ്യണം എന്നൊരു ആഗ്രഹം സ്കൂൾ ജീവിതം തൊട്ട് ഉണ്ടായിരുന്നു. കാര്യം സിനിമയിൽ എത്തിപ്പെടാനുള്ള ഒരു ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഹൈറ്റ് അങ്ങനെ എല്ലാവരും അങ്ങനെ ഒഴിവാക്കലുണ്ടായിരുന്നു. മലയാളി പോലും ഇല്ല, ഭയങ്കര പൊക്കമാണ്. അത് ഞാൻ പൊക്കം അത് ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഹൈറ്റ് ഞാൻ ചോദിക്കാൻ കാര്യം മീഡിയ മൂവി ഫീൽഡിൽ ഇപ്പം എനിക്കറിയാൻ പാടില്ല, ഈ ചാൻസ് വരുന്നില്ല. പിന്നെ പക്ഷെ ഈ തമിഴിലും അന്യഭാഷയിൽ വരുന്നുണ്ട്. മലയാളത്തിൽ എനിക്ക് എന്താ പറയുക, ഞാൻ കുറെ പടങ്ങൾ ചെയ്തു പക്ഷെ ഒന്നും അങ്ങ് ശോഭിച്ചില്ല. ബിഗ് ബോസിന് ശേഷമാണ് എനിക്ക് ശബ്ദം അല്ലെങ്കിൽ ഈ ചുണ്ടനങ്ങുന്ന ശബ്ദമുള്ള വേഷങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. ബിഗ് ബോസിന് ശേഷമാണ്. അതിന് മുമ്പ് മലയാളി പോലെ ഇല്ല എന്നുള്ള ഒരു സാധനവും പിന്നെ പൊക്കം ഇത്രയും പൊക്കമുള്ള ഇങ്ങനെ ഒരു കൂടുതൽ നായകനെ അങ്ങനെ അതൊക്കെ ഭയങ്കര ഒരു അവഗണനകൾ ഭയങ്കരമായിരുന്നു. അതിന് അങ്ങനെയല്ല, തുടങ്ങുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഒരു ആദ്യം അവർ നമ്മളെ കളിയാക്കും, പിന്നെ അവർ നമ്മളെ ആട്ടി ഓടിക്കും, പിന്നെ അവർ നമ്മളെ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ അവരെ പൊക്കിയെടുക്കും, പിന്നെ കയ്യിലെടുത്ത് അങ്ങനെ അമ്മാനെ ഉയർത്തി വാഴ്ത്തിപ്പറയും. അങ്ങനെയാണ് ഒരു സാധനം നമ്മൾ രാവി അത് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അംഗീകരിക്കും. ഇപ്പം അത് മാറി, കുറച്ചൊക്കെ മാറി. പിന്നെ ചാൻസ് വരുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ വരുമായിരിക്കും. അന്യഭാഷ കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മലയാളത്തിൽ കിട്ടും. തീർച്ചയായിട്ടും. നമുക്ക് അഭിനയിക്കാൻ പ്രാധാന്യമുള്ള ഒരു വേഷം കിട്ടിയാൽ നമ്മൾ ശോഭിച്ചു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി റൈറ്റ് ടൈമിൽ ഇറ്റ് വിൽ ഹാപ്പൻ എവറിത്തിങ് എന്നാണ്. നല്ല ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, പാഷനബിളായിട്ട് ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇന്ന് ഒരു നാളെയാണ് ഒരു ദിവസം
നമ്മളെ തുടങ്ങുന്നത്. ആ നാളെ വേണ്ടി കാത്തിരിക്കുക. നാളുകൾ, നാളെയാണ് എൻ്റെ ദിവസം എന്ന് പറയല്ലേ. നാളെയാണ് ഒരു കോടി 2 കോടി ഈ ലോട്ടറി കച്ചവടം പോലെ ആ നാളുകൾ, ഗണപതിയുടെ കല്യാണം പോലെ നാളെയാണ് നിന്റെ കല്യാണം എന്ന് പറഞ്ഞ പോലെ എൻ്റെ ദിവസം നാളേക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ഈ ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം വന്നല്ലോ, അപ്പം അത് ഒരു മോഡൽ എന്നുള്ള അതെ, മോഡലിംഗ് ശരീരം നോക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും നോക്കും, ഇപ്പൊ തുടങ്ങി നോക്കാൻ. എത്ര ഇപ്പം നമ്മളോട് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഒരു ജിമ്മിന്റെ ഉദ്ഘാടനം, ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സാധാരണക്കാര് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ബന്ധത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് നമുക്ക് ആ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരങ്ങൾ പോകാൻ പറ്റും. അപ്പോൾ ബന്ധമില്ലാത്തവർക്ക് ഒന്നും നിലവില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് പല സ്ഥലങ്ങളിൽ പല സുഹൃത്തുക്കളുണ്ട്. ഞാനങ്ങനെ എല്ലാ ദിവസവും ഫോൺ വിളിച്ച് സംസാരിക്കാറില്ല, എല്ലാ ദിവസവും മെസ്സേജ് അയക്കാറില്ല, അങ്ങനെ സുഖമാണോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അതൊന്നും അയക്കാറില്ല. പക്ഷെ കണ്ടാൽ ഞാൻ അവരായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്, സമയങ്ങൾ ചിലവഴിക്കാറുണ്ട്. ഈ ബിഗ് ബോസ്, ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ഈ ഹോട്ട്സ്റ്റാറിലാണ്. എനിക്കല്ലാതെ വീട്ടിൽ TV-യിൽ ഇരുന്ന് കാണാൻ പറ്റാറില്ല. കാര്യം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്തൊക്കെ ജിമ്മിലായിരിക്കും, വർക്കൗട്ട് ചെയ്യാൻ പോലെ. എൻ്റെ ജിമ്മിൽ പോകും, എനിക്ക് ജിമ്മുണ്ട് സ്വന്തമായിട്ട്, പെരുമ്പാവൂർ ജിമ്മുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യും. ഞാൻ ഔട്ട് സൈഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചൊരു 1 മണിക്കൂർ ഇരുന്ന് കാണാറുണ്ട്. ഹോട്ട്സ്റ്റാറിൽ ഇരുന്ന് കാണും. അല്ലാതെ അല്ലെങ്കിൽ തലേ ദിവസം കാണും. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞു പോയ 2-3 എപ്പിസോഡൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഈ ഗബ്രിയൊക്കെ പുറത്തായെന്ന് പറഞ്ഞ പാവം, അദ്ദേഹം പുറത്തായെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്താ അവസ്ഥയാണ് പുള്ളി. ഇനിയിപ്പോ പുള്ളി പുറത്തായിട്ടുണ്ടെങ്കിൽ പുള്ളി ട്രോളൊക്കെ കാണുമ്പോൾ പുള്ളി അവസ്ഥ ഭയങ്കര അയ്യോ എന്നാവും. പേളി ശ്രീനിഷല്ലേ, അതൊരു പ്രണയം, റിയൽ ട്രൂ ലവ് ആണ്. അവരിപ്പോ ഹാപ്പി ആയിട്ട് ജീവിക്കും. എന്താ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതെ, കല്യാണം ഞാൻ വിഷ് ചെയ്തായിരുന്നു അവർക്ക്. അതെ, ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ, ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസം അങ്ങനെ വിളിക്കലും പരിപാടിയിൽ ഞങ്ങൾ കാണാറുണ്ട്, ഇടയ്ക്ക് ഞങ്ങൾ കാണും. പിന്നെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും അങ്ങനെ ഷെയർ ചെയ്യാറില്ല. കാര്യം എനിക്ക് ഓരോരുത്തരുടെ പ്രൈവസി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, ആ ഒരു പ്രണയം ഷിയാസ് കണ്ടിട്ടുണ്ട്. ഇപ്പം ഭയങ്കര ചർച്ചയാണ് നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോഴത്തെ ഒരു പ്രണയം. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം? പ്രണയം എല്ലാം സെയിം ഫീലിംഗ് ആണ്. ആ കല്യാണത്തേക്ക് എത്തുക എന്നുള്ള ഒരു സാധനമാണ് മെയിൻ ഘടകം. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ എവരിബഡി ഹാവ് സെയിം സാധനം. കണ്ണും നോക്കുന്നു, സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, കൈ പിടിച്ചെടുക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ലൈക്ക് അതെല്ലാവർക്കും സെയിം ആ ഒരു സാധനം. പക്ഷെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്കാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് റിയൽ സാധനമാണെന്ന്. ഉറപ്പായിട്ടും എനിക്കറിയാം. കാര്യം ശ്രീനിഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ശ്രീനിഷ് സെറ്റിൽ ആവണം എന്നുകൊണ്ട്, വൈഫ്, കുട്ടി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള മനുഷ്യനാണ് അദ്ദേഹം ഭയങ്കര ഒരു ഫാമിലി, ലൈക്ക് ഹസ്ബൻഡ് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ പേളി ലൈക്ക് കല്യാണം കഴിക്കണം, പേളിയും ആ ഒരു മൂഡിലേക്ക് വന്നിരുന്നു. കാര്യം പേളി ഏജായി, സെറ്റിൽ ആവണം എന്നുള്ള പേളിക്കും അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് വന്നുകൊണ്ട് അവർ കല്യാണം കഴിച്ചാണ്. അല്ലെങ്കിൽ നോർമലി എല്ലാ ബിഗ് ബോസിലും വരുന്ന പ്രേമം വന്നു, പുറത്തിറങ്ങിയിട്ട് മ്യൂച്വലി അവർ പറഞ്ഞു പിരിയുന്ന ഒരു സാധനത്തിലേക്കാണ് എല്ലാം. അങ്ങനെ ആയിരിക്കും, അങ്ങനെ ആവുന്നുള്ളൂ. പക്ഷെ പേളി ശ്രീനിഷ് അവിടെ ഡിസൈഡ് ചെയ്തിരുന്നു. പപ്പയും മമ്മയുടെ അടുത്തേക്ക് പേളി ക്യാമറ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം. അത് പക്ഷെ ഇൻട്രകാസ്റ്റ് മാരേജ് ഓൾവേസ് ലൈക്ക് മലയാളികളുടെ ഇടയിൽ ഭയങ്കര ചർച്ചയാവുന്ന ഒരു ഇഷ്യൂ ആണ്. അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അതർ സ്റ്റേറ്റിൽ കുറവാണ് പോലും, എന്നാലും ഉണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷെ കേരളത്തിൽ കൂടുതലാണ്. കേരളത്തിൽ ഈ മതത്തിനെ പറ്റി ഭയങ്കര സംസാരിച്ചാൽ ഭയങ്കര ഇഷ്യൂ. മതത്തെ പറ്റി പറയുന്നു, അവനെ സൈബർ ചെയ്ത് കൊന്നുകളയാം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അവർ ഭയങ്കര കൂളായിട്ട് അത് ഡീൽ ചെയ്തു. അവർ ഭയങ്കര എന്ന് പറഞ്ഞാൽ പാലക്കാട് ഒരു കല്യാണം നടത്തി, ആലുവയിലൊരു കല്യാണം, അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടൊരു കല്യാണമായിരുന്നു. ഭയങ്കര രസമായിട്ടൊരു ഒരു ടോക്സിക് മാരേജ് അല്ല. ഇന്നത്തെ പോലെ മീഡിയക്കാർ വന്നു ഇങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നതൊന്നും ഉണ്ടായില്ല. അത് നല്ല ഹാപ്പി ആയിട്ട് കല്യാണം, 2 കുട്ടികളായിട്ട് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ ബിഗ് ബോസ് ബാച്ച് ഞങ്ങൾ എല്ലാവരും തിരക്കാണ്. ഇപ്പോൾ സാബുക്ക് വേറെ പരിപാടി, രഞ്ജിനി വേറെ, അർച്ചന വേറെ സ്ഥലത്ത് സെറ്റിൽ, UK സെറ്റിലായി, ഷേർ ചേച്ചിയാണെങ്കിൽ വേറെ, അങ്ങനെ ഫുൾ തിരക്ക്, എല്ലാവരും തിരക്കായി. അങ്ങനെ ബഷീറാണെങ്കിൽ ഫാമിലി തിരക്ക്, ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് തിരക്ക്, പേളി കുട്ടികളും യൂട്യൂബും പരിപാടി, ഇൻ്റർവ്യൂ വാങ്ങാൻ അവർ തിരക്ക്, ശ്രീനിഷും തിരക്ക്. ശ്രീനിഷ് ഇപ്പം നിങ്ങളെ ഹസ്ബൻഡ് ചെയ്യുന്ന പോലെ തന്നെ പേളിയുടെ കൂടെ ഫുള്ള് ഭയങ്കര ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ അടിപൊളി ലൈഫായിട്ട് പോകുന്നു. അപ്പോൾ നമ്മളും തിരക്കാം. അപ്പോൾ ഗെറ്റ് ടുഗദർ നടത്താറില്ല. പിന്നെ നടത്താൻ പ്ലാൻ ഉണ്ടാവും, എന്തെങ്കിലും നടത്തും. ഈ കാര്യം
ലൈഫ് എങ്ങനെയല്ലോ ഇങ്ങനെ കിടക്കല്ല ടൈം ഒരുപാട് രസമായിരിക്കുമല്ലോ അങ്ങനെ കൂടുതൽ. ഭയങ്കരമായിരിക്കും. എന്തായാലും വീട്ടിൽ വന്ന് നമ്മൾ ഇത്രയും വർത്താനം മനസ്സിലാക്കി ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. ഞാൻ കഴിക്കാം ഇത്തിരി കഴിക്കാം. വിശക്കുണ്ട് എടുത്തിട്ടോ. ശരി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ സീരിയസ് ആയിട്ട് പോകണം. മെയിൻ കാര്യം ഫിഷ് കറി. ഫിഷ് എനിക്ക് ഓൾറെഡി ഭയങ്കര വീക്ക്നെസ് ആണ്. ശരിക്കും ഞങ്ങൾ ഇന്നലെ കുറച്ച് കരിമീൻ മേടിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ നടന്നു, കിട്ടിയില്ല. അതാണ് ഈ ഒരു കഷ്ണം ചൂരയോ എന്തായിരുന്നു ചൂരയോ? ഈ മീൻ അടിപൊളിയാടോ. ഇത് ഇഷ്ടമാണല്ലേ? ഞാൻ ഒന്നാതെ ഈ ഫുഡൊക്കെ വെച്ചെന്ന് ഞാൻ അങ്ങ് വീണു പോകും. ഫുഡിൽ എൻ്റെ ഫ്രണ്ട്സ് പറയും, പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത് പറയും, അവന് കുറച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തും റെഡിയാണ്. ഞാൻ അല്ല ഫുഡിയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവണം. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എന്നെ വീട്ടിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു തന്നിട്ടാ. നല്ല ഫുഡ് കിട്ടിയാൽ നമുക്ക് ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും അങ്ങനെയാണ്. ഇവിടെ കരിമീനും അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലം. അതെ, ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വീട്ടില് നമുക്ക് ഹോട്ടലിൽ കഴിക്കാൻ പോകാന്ന് പറഞ്ഞാൽ വീട്ടിൽ കഴിക്കാന്ന് പറഞ്ഞു. അതെ ഞാനങ്ങനെ, കാരണം ഞാൻ വെച്ചാൽ അത് ഇത്രമാത്രം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ എനിക്കൊരു ഡൗട്ട്. ഞാനിവിടെ ഫുഡ് വെക്കുന്ന ആളാണ്, നമ്മുടെ പിള്ളേർക്കും ഹസ്ബൻഡും ആണല്ലോ, പക്ഷെ അത് ഇങ്ങനെ ഉണ്ടാവുന്ന എനിക്കൊരു ഡൗട്ടായിരുന്നു. ഇവിടെ എല്ലാ വീട്ടിലും നല്ല ഭക്ഷണമാണ്, അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഫുഡ് ഇഷ്ടപ്പെട്ടു. ഉമ്മിച്ചി ഉണ്ടാകണേലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? നെയ്ച്ചോറും ബീഫും. നന്നായിട്ടുണ്ടാക്കും. പുട്ടും ചൂരക്കറി. അതിഷ്ടാണ്. ഗോതമ്പിന്റെ പുട്ടും ചൂരക്കറിയും. പിന്നെ ബീഫ് ബിരിയാണി ഇഷ്ടമാണ്, ഉമ്മ ഉണ്ടാക്കുന്നത്. എല്ലാം ഇഷ്ടമാണ്. എടുത്തു പറയാൻ പുട്ടും ഫിഷ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനിയൻ, അനിയത്തി, വല്യമ്മ, തന്റെ കുടുംബം. നിബാസ്, ഷീബ. കല്യാണം കഴിഞ്ഞ 2 കുട്ടികളുണ്ട്. അളിയപ്പ നാട്ടിലുണ്ട്, തിരിച്ചു പോവാൻ നിക്കാം. വല്യമ്മ, ഉമ്മാടെ ഉമ്മ. അങ്ങനെ ഏജ് ഞാൻ ചോദിച്ചിട്ടില്ല. ഉഷാറാണ്, അടിപൊളിയാണ്. ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതൊക്കെ ഉമ്മച്ചിക്ക് എങ്ങനെയാ? ഉമ്മച്ചി പറയും എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഒന്നും അല്ലാത്ത സമയത്ത് എൻ്റെ ഉമ്മ പ്ലൈവുഡ് കമ്പനി ജോലിക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഉമ്മ അടുത്ത് ഇപ്പം നിങ്ങളുടെ ഇപ്പോൾ അനിയന്മാർ എന്താ ചെയ്യണേ, അങ്ങനെ ചോദിക്കൂലോ, നിങ്ങളുടെ മകൻ വലുതായി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അതുപോലെ എൻ്റെ ഉമ്മ അടുത്ത് ചോദിക്കും, മകൻ എന്താ ചെയ്യണേ? ഉമ്മ സിനിമ ആടറാന്ന് പറയും. ഞങ്ങൾ കണ്ടിട്ടില്ല, ഏത് സിനിമയിലാന്ന് ചോദിക്കും. ആ സിനിമയെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഈ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം വായനങ്ങാത്തതും ശബ്ദം വരാത്തതും ഡയലോഗ് ഇല്ലാത്തൊക്കെ ഞാൻ ചെയ്തേക്കണം. അപ്പം ആരും കണ്ടിട്ടുണ്ടാവില്ല. കണ്ണടിച്ച് ഇങ്ങനെ നടന്നു, കണ്ണടിച്ച് തുറക്കുമ്പോൾ പോയി ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഉമ്മാക്ക് ഞാൻ വലിയ നടനായിരുന്നു, ഇപ്പോഴും അപ്പോഴും. വീട്ടില് ഞാൻ സൂപ്പർ സ്റ്റാറാ. വീട്ടില് നാട്ടിലായിട്ടുള്ള സ്റ്റാർ മാജിക് ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാർ മാജിക്, അതിന്റെ ഒരു ഇതൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ആ ഒരു സൗഹൃദം അത് ഭയങ്കര രസമായിരുന്നില്ലേ, അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ? സ്റ്റാർ മാജിക് ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ ലോക്ക്ഡൌൺ വെറുതെ ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് വിശക്കണ്ടോ? എനിക്ക് ചേട്ടന്റെ മോളുടെ എൻഗേജ്മെന്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ കഴിക്കാം. അല്ല, അത് ഇന്നത്തെ ഇത് ഫുഡ് ഉണ്ടാക്കിയത് ഷിയാസിന് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചത് അടിപൊളിയാണോ? ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കിയുള്ളൂ. കറിയൊക്കെ കൂടുതൽ വെച്ചു, എന്നാലും കുറച്ച് ചോറേ വെച്ചുള്ളൂ. ഞാൻ സത്യം ചോറാണ് കഴിക്കില്ല. പറഞ്ഞിരുന്നല്ലോ എന്നോട്. പക്ഷെ വൈറ്റ് റൈസ് എന്ന് പറഞ്ഞപ്പോ ഞാനത് ആ ബസ്മതി ആണെന്നുള്ളത് എന്റെ തലയിൽ പോയില്ല. അതാ ഞാനിവിടെ നോർമൽ ഞങ്ങളുടെ റൈസ് വെച്ചത്. സംഭവം പൊളിച്ചു. താങ്ക് യു ഒരുപാട്. എന്നിട്ട് സ്റ്റാർ മാജിക്കിന്റെ വിശേഷം? സ്റ്റാർ മാജിക് ആക്ച്വലി ഞാൻ ലോക്ക്ഡൌണിൽ ഇരുന്നപ്പോ ഇങ്ങനെ പോയതാ. പിന്നെ ഞാൻ അവിടെ സ്ഥിരം ആളായി. അവിടെ നിന്നാണ് അനിമോളെയൊക്കെ കൂട്ടിയിട്ടത്. അനിമോൾ അവിടെ കൂട്ടിട്ട് അനിമോളാ. അപ്പം എനിക്ക് എപ്പോഴും വരുന്നൊരു ഡൗട്ട്, ആരോടെങ്കിലൊക്കെ ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നാണ്. ഒരു വലിയ ചാട്ട വെച്ചിട്ട് അടിക്കത്തില്ലേ, ശരിക്കും വേദന എടുക്കുവോ ആ ചാട്ട? ചെറുതായിട്ട്, അല്ലാതെ ഭയങ്കര ഇതൊന്നുമല്ലല്ലോ. ചിലര് കരയുന്നൊക്കെ കണ്ടപ്പോഴേ. ആണോ? പിന്നെ പേടി ഉണ്ടാവും, പെട്ടെന്ന് അടിക്കല്ലേ ബാക്കിൽ നിന്ന്. അപ്പൊ ശരിക്കും ഒറിജിനൽ ആണോ? ഈ അറിയാത്ത ഗസ്റ്റ് ഒക്കെയാണ് കരയുന്നത്. ആദ്യമായിട്ടൊക്കെ വരുന്ന അവർക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോ അവര് ഇതിന് ധാരണ ഇല്ലാത്ത പെൺപിള്ളേര് പേടിക്കും. ഞാനും ആദ്യം ചെന്നപ്പോ ഞാനും പേടിച്ചു പോയി. ഇതിന് മതി, ഇതിന്റെ ഭീകരത ഭയങ്കര വലുതല്ലോ, ചാട്ട ഭയങ്കര വലുതല്ലേ, അപ്പൊ പേടിച്ചു. അപ്പൊ അതിന്റെ
ഈ സ്റ്റാർ മാജിക്കിന്റെ ചില എന്താ ആളുകൾ കരയുന്നത് അതുപോലെ ഈ പേടിക്കുന്ന സീനൊക്കെ കട്ട് ചെയ്തിടുമല്ലോ, ഒരു ഹൈലൈറ്റ് ആയിട്ടൊക്കെ ഇടുമല്ലോ. അങ്ങനെ ഇടുമ്പോൾ നമ്മൾ ശരിക്കും അങ്ങനത്തെ എപ്പിസോഡൊക്കെ 1 മില്യൺ അടിക്കും തോന്നുന്നു. ഒരു ദിവസം കൊണ്ട് അടിക്കും. അടിക്കും. കാരണം ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണത്. ആളുകൾക്ക് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഒരാൾ കരയുന്നത്, ഒരാൾ വിഷമിക്കുന്നത്. അത് വേറെ കാര്യം കൂടെ ഉണ്ടേ, അവര് വിഷമിക്കുന്നതിലുള്ള സന്തോഷമല്ല, എന്താ കാര്യം എന്നറിയാനാ. വിഷമിക്കുന്ന സന്തോഷമുണ്ട്. അല്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല. എല്ലാവർക്കും ഇല്ല, ഞാൻ പറഞ്ഞ കുറച്ചാളുകൾ. കുറച്ചുപേർക്ക് ഉണ്ടാവായിരിക്കാം. പക്ഷെ കുറെ പേർക്ക് ഇതേ എന്താ പറ്റിയത്, ഇവരെന്താ ചേട്ടാ. താങ്ക് യു കേട്ടോ, നല്ലൊരു ഭക്ഷണം വന്ന്. അത് നമുക്ക് ഇതെന്താ ഫൈനൽ നമുക്ക് തീർത്തേക്കാല്ലേ. നമ്മുടെ ഇത് പുതിയ സിനിമകൾ ഏതൊക്കെയാ? 2 തമിഴ് മൂവി ഉണ്ട്. പിന്നെ ആരൊക്കെയാ അതിനകത്ത് ഇറങ്ങാൻ നിൽക്കുന്നത്? ഒരെണ്ണം പ്രഭുദേവ് സാർ, മാസ്റ്റർ പ്രഭുദേവ്, ഡാൻസ് മാസ്റ്റർ പ്രഭുദേവ് സാറിന്റെ പടമാണ്, പേട്ടറപ്പെന്ന മൂടെ പേര്. ഒരെണ്ണം വെപ്പൺ എന്ന മൂവി, സത്യരാജ് സാറിന്റെ ഒരു, സത്യരാജ് അല്ല, നമ്മുടെ കട്ടപ്പ അദ്ദേഹത്തിന്റെ മൂവി ഉണ്ട്. 2 പടമാണ്. ഞാൻ ഇനി നുണ പറയാൻ പറ്റില്ല, അതുണ്ട്. പിന്നെ തെലുങ്ക് ഒരു പടം തുടങ്ങാനുണ്ട്. മലയാളം ഇല്ല. തീർച്ചയായിട്ടും കാണും. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി. നിങ്ങൾ സിനിമ പ്രൊമോഷൻ ചെയ്യുന്ന കാര്യം ഞാൻ കാണാറുണ്ട്. എന്റെ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രൊമോഷൻ നിങ്ങൾ വരണം, എന്തെങ്കിലും. നിങ്ങൾ എന്തായാലും ഞാൻ എൻ്റെ കരിയർ പോകണമെങ്കിൽ നിങ്ങളുടെ കരിയറും ഈ യൂട്യൂബ് ചാനലും എല്ലാ പരിപാടികളും. പിന്നെ ഇവർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്, ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരും. പിന്നെ ഒരു നല്ല കിടിലൻ കുക്കും കൂടിയാ, അത് പറഞ്ഞേ പറ്റുള്ളൂ. അത് നിങ്ങൾ ആർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവില്ലേ? അതാണ് ഈ ഫിഷ് കറിയൊക്കെ അടിപൊളിയാണ്. കാര്യം ഈ നോർമലി അച്ചായത്തിമാര് ഫിഷ് കറി വെച്ചാൽ നല്ലതെന്ന് പറഞ്ഞാൽ അല്ലാതെ, പക്ഷെ അച്ചായത്തിമാര് വെച്ചാൽ നല്ലതെന്ന് പറഞ്ഞാൽ. നിങ്ങള് ക്രിസ്ത്യൻ അല്ലേ? ക്രിസ്ത്യൻസിന് അച്ചായത്തിമാരെന്ന് പറഞ്ഞ. അപ്പൊ ഈ ക്രിസ്ത്യൻസിന്റെ ഫിഷ് കറി ഭയങ്കര ടേസ്റ്റാ. ഫിഷ് കറിയും അപ്പം ഫിഷ് കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഇത് ഭയങ്കര ഒരു രക്ഷയില്ല, കിട്ടുന്ന സാധനമായിരുന്നു. പുളി ഞാൻ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുളി ഉള്ളതുകൊണ്ടാണ്. ഈ പുളി കൊടംപുളി ഇട്ടിട്ടുള്ള ആ ഒരു സാധനം. എന്റെ മോനെ, ഈടാ മോനെ രംഗണ്ണൻ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, ഭയങ്കര സന്തോഷം. എന്നാലും മെയിൻ ഒരു കാര്യം കൊണ്ട് ഇവിടെ ട്രെയിനൊക്കെ പോകുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട്. ഇവരുടെ വീട് അടിപൊളി സ്ഥലമായിരിക്കും. കാരണം തൊട്ട് ഓപ്പോസിറ്റ് ട്രെയിൻ പോകുന്നുണ്ട്. അപ്പൊ 5:30 ഒരു ട്രെയിൻ ഉണ്ടല്ലേ വെളുപ്പിന്. അപ്പൊ രാവിലെ അലാറം വെക്കാൻ ഇന്ത്യൻ റെയിൽവേ ഇവർക്ക് ഫ്രീ ആയിട്ട് അലാറം കൊടുക്കുന്നുണ്ട്. എല്ലാം അടിപൊളി, എല്ലാം എപ്പോഴും ഉണ്ടല്ലേ. അപ്പൊ ഉറങ്ങാൻ പറ്റാറില്ല. താങ്ക് യു നിങ്ങളുടെ ഹസ്ബൻഡ് മുത്ത. താങ്ക് യു. താങ്ക്സ്. ശരി.